ഹലോ ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനെ കുറിച്ചാണ്. അതായത് ഈ ഒരു ആപ്ലിക്കേഷനിലൂടെ നിങ്ങളുടെ സീക്രട്ട് ആയിട്ടുള്ള വീഡിയോസ്, ഫോട്ടോസ്, ഫയൽസ്, അതുപോലെ തന്നെ ഓഡിയോസ്, പിന്നെ അതുപോലെ തന്നെ ആപ്ലിക്കേഷൻസ് എല്ലാം ലോക്ക് ചെയ്തിട്ട് ഹൈഡ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷന്റെ പേരെന്താണ്, ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്, ഇതിന്റെ വർക്കിങ്ങും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നുള്ളതൊക്കെ ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ വളരെ വ്യക്തമായി പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുൾ ആയിട്ട് തന്നെ കാണാം. പിന്നെ അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾ തീർച്ചയായും താഴെ കമന്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ നമ്മുടെ ആപ്ലിക്കേഷൻ ഇതാണ്. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ളൊരു പേജ് ആയിരിക്കും വരുന്നുണ്ടാവുക, വെൽക്കം ടു ഹൈഡ് യു പറഞ്ഞിട്ട്. അപ്പോൾ ഇതിലെന്ത് ചെയ്യുക, അഗ്രി ആൻഡ് കണ്ടിന്യൂ എന്നുള്ള ഈ ഒരു ബട്ടണിൽ അമർത്തുക. ഓക്കെ, അപ്പോൾ അഗ്രി ആൻഡ് കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളോട് പിന്നെ ക്രിയേറ്റ് ചെയ്യാൻ പറയുന്നതായിരിക്കും. അപ്പോൾ ആ പിന്നെ ക്രിയേറ്റ് ചെയ്യാം കേട്ടോ. പിന്നെ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ഇതെങ്ങനെ ഓപ്പൺ ചെയ്യാൻ നോക്കാം. അതിനായിട്ട് നിങ്ങൾ വീണ്ടും എന്ത് ചെയ്യുക, ആ ഒരു പിന്നടിക്കുക. പിന്നടിച്ചിട്ട് ഈക്വൽ അമർത്തുക. അപ്പോൾ പിന്നടിച്ച് ഈക്വൽ അമർത്തി കഴിഞ്ഞാൽ ഇതുപോലെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും വരുന്നുണ്ടാവുക. ഇനി നമുക്ക് ഫോട്ടോസും വീഡിയോസും ഒക്കെ എങ്ങനെ ഹൈഡ് ചെയ്യാൻ നോക്കാം. ഓക്കെ, അതിനായിട്ട് ആദ്യം നമുക്ക് ഫോട്ടോസ് എങ്ങനെ ഹൈഡ് ചെയ്യാൻ നോക്കാം. ഫോട്ടോസ് ഹൈഡ് ചെയ്യാനായിട്ട് ഈ ഒരു ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, എന്നിട്ട് പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ 3 ഓപ്ഷൻ ആയിരിക്കും വരുന്നുണ്ടാവുക. ഫ്രം ഫോൾഡർ, ക്യാമറ, ഫോട്ടോസ് പറഞ്ഞിട്ട്. ഫ്രം ഫോൾഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ഫയൽസിനകത്തുള്ള ഇമേജസ് ആഡ് ചെയ്യാനുള്ള ഓപ്ഷനാണ്. ക്യാമറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ഇമേജസ് ക്യാപ്ചർ ചെയ്തിട്ട് അത് ആഡ് ചെയ്യാനുള്ള ഓപ്ഷനാണ്. ഫോട്ടോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഗാലറിക്കകത്തുള്ള ഫോട്ടോസ് ആഡ് ചെയ്യാനുള്ള ഓപ്ഷനാണ്. അപ്പോൾ ഞാനിവിടെ ഫോട്ടോസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുന്നു. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഗാലറിക്കകത്തുള്ള ഫോട്ടോസ് എല്ലാം ഇവിടെ വരുന്നതാണ്. അപ്പോൾ ഏത് ഫോട്ടോ ആണോ ഹൈഡ് ചെയ്യേണ്ടത് ആ ഒരു ഫോട്ടോ ജസ്റ്റ് സെലക്ട് ചെയ്യുക, എന്നിട്ട് ഹൈഡ് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഫോട്ടോ ഇവിടെ ഹൈഡ് ആയിട്ടുണ്ട്. ഇത് നമ്മുടെ ഗാലറിയിലോ ഫയൽ മാനേജറിലോ കാണില്ല. ഓക്കെ, അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി വീഡിയോസ് എങ്ങനെ ഹൈഡ് ചെയ്യാൻ നോക്കാം. അതിനായിട്ട് ഈ വീഡിയോസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം, എന്നിട്ട് പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ ഫ്രം ഫോൾഡർ എന്നും വീഡിയോസ് എന്ന് പറഞ്ഞിട്ട് 2 ഓപ്ഷൻ ആയിരിക്കും കാണിക്കുന്നുണ്ടാവുക. അതിൽ ക്യാമറ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഇല്ല. ഓക്കെ, അപ്പോൾ ഞാൻ വീഡിയോസ് സെലക്ട് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മുടെ ഗാലറിക്കകത്തുള്ള വീഡിയോസും കാര്യങ്ങളെല്ലാം വരുന്നതാണ്. അപ്പോൾ ഏത് വീഡിയോ ആണോ ഹൈഡ് ചെയ്യേണ്ടത് ആ ഒരു വീഡിയോ നിങ്ങൾ സെലക്ട് ചെയ്യുക കേട്ടോ. എന്നിട്ട് ഹൈഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. ഇത്രയേ ഉള്ളൂ, നമ്മുടെ വീഡിയോ ഇവിടെ ഹൈഡ് ആയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഇതിനകത്ത് ഓരോരോ ആപ്ലിക്കേഷൻസ് എങ്ങനെ ഹൈഡ് ചെയ്യാമെന്ന് നോക്കാം. ഇത്തരത്തിൽ ഹൈഡ് ചെയ്തിട്ടുള്ള ആപ്ലിക്കേഷൻസ് ഒന്നും നമ്മുടെ മൊബൈലിനകത്തുള്ള ഹോം സ്ക്രീനിൽ കാണിക്കില്ല കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ ഹൈഡ് ചെയ്യാമെന്ന് നോക്കാം. അതിനായിട്ട് ഈ ഹൈഡ് ആപ്സ് എന്നുള്ള ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ ഇത്തരത്തിലൊരു മെസ്സേജ് വരുന്നതായിരിക്കും. ടു ലെറ്റ് ഹൈഡ് ആപ്സ് വർക്ക് പ്ലീസ് എനാബിൾ ദ സെക്കൻഡ് ഹോം സ്ക്രീൻ പറഞ്ഞിട്ട് അതെന്ത് ചെയ്യുക, എനാബിൾ കൊടുക്കുക. എനാബിൾ കൊടുത്തു കഴിഞ്ഞാൽ ഇത്തരത്തിലൊരു പോപ്പ് വരുന്നതായിരിക്കും. യൂസ് ലോഞ്ചർ ആസ് ഹോം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിൻ്റെ താഴെ കാൽക്കുലേറ്റർ പറഞ്ഞ് കൊടുത്തിട്ടില്ലേ, അതിൽ ക്ലിക്ക് ചെയ്യുക കേട്ടോ. ഓക്കെ, ഇനി ഗോ ടു സെറ്റ് എന്നുള്ള ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ഓൾവേസ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ നമ്മുടെ ഹോം സ്ക്രീൻ മാറിയതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനി എന്ത് ചെയ്യുക, നമ്മുടെ ആ ഒരു ആപ്ലിക്കേഷനിലേക്ക് വീണ്ടും വരിക. ഓക്കെ, പിന്നടിക്കുക, എന്നിട്ട് ഹൈഡ് ആപ്സ് എന്നുള്ള ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, എന്നിട്ട് ആഡ് എന്നുള്ള ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ നിങ്ങളുടെ മൊബൈലിനകത്തുള്ള എല്ലാ ആപ്ലിക്കേഷൻസും ഇവിടെ കാണിക്കുന്നതായിരിക്കും. ഇനി നിങ്ങൾക്ക് ഏത് ആപ്ലിക്കേഷൻ ആണോ ഹൈഡ് ചെയ്യേണ്ടത് ആ ഒരു ആപ്ലിക്കേഷൻ ഇവിടെ സെലക്ട് ചെയ്യുക, എന്നിട്ട് ഹൈഡ് ആപ്പ് എന്നുള്ള ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മുടെ ആപ്ലിക്കേഷൻ ഹൈഡ് ആവുന്നതാണ്. ഇപ്പോൾ ഞാനിവിടെ ഹൈഡ് ചെയ്തിരിക്കുന്നത് ക്രോം ആണ്. നിങ്ങൾക്ക് ഒന്നിലധികം ആപ്ലിക്കേഷൻസ് ഹൈഡ് ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ ഞാനിവിടെ ക്രോം ആണ് ഹൈഡ് ചെയ്തിരിക്കുന്നത്. നമുക്ക് നോക്കാം നമ്മുടെ ഹോം സ്ക്രീനകത്ത് വരുന്നുണ്ടോയെന്ന്. അപ്പോൾ കണ്ടില്ലേ, നമ്മുടെ ഈ ഒരു സ്ക്രീനിൽ നിന്ന് നമ്മുടെ ക്രോം ഹൈഡ് ആയിരിക്കുകയാണ്, കാണുന്നേ ഇല്ല. ഓക്കെ, നല്ലൊരു അടിപൊളി ആപ്ലിക്കേഷൻ തന്നെയാണ്, ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. ഓക്കെ, ഇനി ഇതിൽ മറ്റൊരു ഫീച്ചറും കൂടിയുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഓരോ വെബ്സൈറ്റിൽ നിന്നുള്ള വീഡിയോസൊക്കെ നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ഞാനതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഓക്കെ, അതിനായിട്ട് എന്ത് ചെയ്യുന്നറിയോ, ഈ ഒരു ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇവിടെ ഇത്തരത്തിലൊരു പേജ് ആയിരിക്കും വരുന്നുണ്ടാവുക. ഇവിടെ മുകളിൽ എന്ത് ചെയ്യാനറിയോ, നിങ്ങൾക്ക് ഏത് വീഡിയോ ആണോ ഡൗൺലോഡ് ചെയ്യേണ്ടത് ആ ഒരു വീഡിയോൻ്റെ ലിങ്ക് അവിടെ പേസ്റ്റ് ചെയ്യുക. ഓക്കെ, പേസ്റ്റ് ചെയ്തിട്ട് റൺ ചെയ്യുക. റൺ ചെയ്തതിന് ശേഷം ആ ഒരു വീഡിയോ പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നതാണ്. ആ ഡൗൺലോഡ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവൈലബിൾ ആയിട്ടുള്ള റെസൊല്യൂഷൻസിലൊക്കെ ആ ഒരു വീഡിയോ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കുന്നതാണ് കേട്ടോ. ഇനി അത്തരത്തിൽ നമ്മൾ ഡൗൺലോഡ് ചെയ്തിട്ടുള്ള വീഡിയോസ് നമുക്ക് കാണണമെന്നുണ്ടെങ്കിൽ ഈ ഡൗൺലോഡ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ അത് വരുന്നതാണ് കേട്ടോ. ഇനി നമുക്ക് ഇതിനകത്ത് ഓരോരോ നോട്ട്സ് ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. അതിനായിട്ട് ഈ നോട്ട്സ് എന്നുള്ള ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ അത്തരത്തിലൊരു പേജ് ആയിരിക്കും വരുന്നുണ്ടാവുക. പുതിയൊരു നോട്ട് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ നമുക്ക് നോട്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ ഹോം സ്ക്രീന് പഴയതുപോലെ ആക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു റീസ്റ്റോർ ഹോം സ്ക്രീൻ എന്നുള്ള ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് റീസ്റ്റോർ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് താഴെ ലോഞ്ചർ വന്നിട്ടുണ്ടാവും, അതിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മുടെ ഹോം സ്ക്രീന് പഴയതുപോലെ ആവുന്നതാണ്.
അപ്പോൾ എന്തായാലും വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഹൈപ്പ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ. അപ്പോൾ നമ്മൾ യൂട്യൂബിൽ 1000 സബ്സ്ക്രൈബേഴ്സും 4000 വാച്ചേഴ്സും ആയിട്ടും യൂട്യൂബ് ചാനൽ എങ്ങനെ മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്യണം എന്നറിയാത്തവർക്ക് അവരുടെ യൂട്യൂബ് ചാനലൊക്കെ മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നതാണ്. അതുപോലെ തന്നെ അവരുടെ ഗൂഗിൾ ആഡ്സൻസുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ സോൾവ് ചെയ്ത് കൊടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ എന്തെങ്കിലും അറിയണം എന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പർ ഞാനിവിടെ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ.